പാരൽ ചെയ്ത് കഴിഞ്ഞാൽ ആംബിയർ കുറയോ? പാരൽ ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യില്ലേ? ഇതിനൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോളാറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പാരലൽ ചെയ്യുമ്പോഴും സീരീസ് ചെയ്യുമ്പോഴുള്ള നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആശ പവർ നിയോൺ 80 LV എന്ന മോഡൽ അവർ പറഞ്ഞിരിക്കുന്ന VOC എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 VOC മുതൽ 165 VOC 24 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ പാരലൽ ഞാൻ എക്സ്പെരിമെൻറ്റ് വൈസ് വെച്ചിട്ടുള്ള പാരലൽ ഇത് കൊടുത്തിരിക്കുകയാണ്. പാരലൽ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് VOC അല്ലെങ്കിൽ പാനൽ വോൾട്ട് വരുന്നത് നമുക്ക് 37ഉം 42ഉം മാക്സിമം 46 വരെയാണ് മാക്സിമം പാരലൽ ലോഡ് ഇല്ലാത്തപ്പോൾ. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മാക്സിമം എത്ര VOCയിൽ എത്ര ആംബിയർ നമുക്ക് കിട്ടുന്നുണ്ടോ. നോർമലി അവർ പറഞ്ഞതിനേക്കാളും കുറവ് VOC ആണ് വരുന്നത്. അപ്പോൾ ബൂസ്റ്റിങ് കാര്യങ്ങൾ ചെയ്യുമോ, അപ്പോൾ അതിൻ്റെയുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആശ പവറിൻ്റെ അല്ലെങ്കിൽ MPPTയുടെ പാരലൽ ചെയ്യുമ്പോൾ വർക്കിംഗ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ലോങ്കിയുടെ 540 വാട്ട്സിൻ്റെ 2 പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് സീരീസ് അല്ല, പാരലൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയോൺ 80 LV ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇതിൻ്റെ VOC പറയുന്നത് 50 വോൾട്ട് മുതൽ 165 വോൾട്ട് വരെയാണ് മാക്സിമം VOC പറയുന്നത്. അപ്പോൾ മാത്രമാണ് നല്ല രീതിയിലുള്ള ബൂസ്റ്റിംഗ് പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് കിട്ടുക. അപ്പോൾ ആ പെർഫോമൻസ് കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി സീരിയസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ഷെയ്ഡും കാര്യങ്ങളും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് പാരലായിട്ട് കൊടുത്തത്. പാരലായി കൊടുത്തത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്രത്തോളം പെർഫോമൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം ആംബിയർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാനും, അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇനി ഇതുപോലെ ഷെയ്ഡും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്കത് ഉപകാരപ്രദമാവാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാരലൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ആംബിയർ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ബൂസ്റ്റിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല എന്നാണ് മെയിനായിട്ട് നമ്മൾ സാധിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരീക്ഷണത്തിൽ 100% വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് ഓൾമോസ്റ്റ് പാനൽ വോൾട്ട് കുറഞ്ഞാലും 33, 32, 33, 34 ആംബിയർ മേലേക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് VOC കുറച്ച് കുറഞ്ഞാലും നമുക്ക് പാനൽ MPPTനെ സംബന്ധിച്ചിടത്തോളം ബൂസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവർക്കും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഷെയ്ഡ് വരുന്നവർക്ക് ഉണ്ടെങ്കിൽ പാരലലിൽ കൊടുത്തു കഴിഞ്ഞാലും പ്രോബ്ലംസ് ഇല്ല. സീരീസ് ഇത് കൊടുക്കണ പോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആംബിയറും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ റിസൾട്ടിൽ പറയാനുള്ളത്.